സ്നേഹിതയിലേക്ക് സ്വാഗതം. ഇന്നത്തെ താരാട്ടിൽ വിജയ ബാലകൃഷ്ണൻ കുട്ടികൾ പഠന കാര്യങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എങ്ങനെ തിരിച്ചറിയാമെന്ന് വിശദീകരിക്കുന്നു. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം കുട്ടികൾ വളരെ നന്നായി പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരു പൊസിഷനിലെത്തി കുടുംബത്തിനും സമൂഹത്തിനും വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായി മാറുക എന്നതാണ്. ഇതിൽ വളരെ ചുരുക്കം മാതാപിതാക്കൾ വിജയിക്കുന്നുണ്ടെങ്കിലും അത്രയും തന്നെ എഫേർട്ടും കഠിനാധ്വാനവും കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടും പലരും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ എത്തുന്നില്ല. ഇത് എന്തുകൊണ്ട്? ചില കുട്ടികൾക്ക് വൈകാരിക അസന്തുലിത, അതായത് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നല്ല മെടുക്കന, ഇൻ്റലിജൻസിൽ കുഴപ്പമില്ല, ഐക്യൂന് ലേണിംഗ് പ്രോബ്ലം ഒന്നുമില്ല, ലേണിംഗ് ഡിസബിലിറ്റി ഒന്നുമില്ല, പക്ഷേ ഭയങ്കര പേടി അല്ലെങ്കിൽ ആങ്സൈറ്റി. ഇന്ന് വന്നൊരു കേസാണ്, ഭയങ്കര പേടി, അപ്പോൾ ഫിയർ എനർജി കുട്ടിയുടെ ബോഡിയിലോട്ട് കയറി കഴിയുമ്പോൾ ഈ നല്ല കനലിൽ ചാരം മൂടിയ പോലെ കഴിവെല്ലാം അങ്ങ് ഉള്ളിലോട്ട് പോകും. അത് ശരിക്കും ആ ഫിയർ എനർജി കുട്ടിയുടെ ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവൻ്റെ ആക്ച്വൽ എബിലിറ്റി അങ്ങ് പുറത്തോട്ട് തെളിഞ്ഞു വരും. പിന്നെ ചില പിള്ളേർക്ക് ഈ വൈകാരിക അസന്തുലിത ഒത്തിരി നുണ പറയും, കോണ്ടാക്ട് പ്രോബ്ലംസ്, പിന്നെ മറ്റുള്ള പിള്ളേരെ സാധനങ്ങൾ എടുക്കാനുള്ള ടെൻഡൻസി, ക്ലെപ്റ്റോമേനിയ. ഈവൻ ക്ലെപ്റ്റോമേനിയയ്ക്ക് പോലും എത്രയോ കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ വന്ന് ഈ ഹോമിയോ മെഡിസിനിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പഠന വൈകല്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ റീഡിങ് പ്രോബ്ലം, റൈറ്റിംഗ് പ്രോബ്ലം ഡിസ്ഗ്രാഫിയ ആൻഡ് മാത്സ് പ്രോബ്ലം ഡിസ്കാൽക്കുലിയ. ഇത് ഞാൻ പൊതുവേ പറയുന്നതാണ് ലേണിംഗ് ഡിസോർഡർ. ഈ കുട്ടികൾ എപ്പോഴും അവർ ഐക്യു എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ആവറേജ് ഓർ എബോവ് ആവറേജ്. ഇപ്പം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, റീഡിംഗ് പ്രോബ്ലം, റൈറ്റിംഗ് പ്രോബ്ലം, മാത്സ് പ്രോബ്ലം. ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മോറലി ദേ ആർ വെരി ഗുഡ്. ഡിസ്ലെക്സിയ ഉള്ള പിള്ളേരാണെങ്കിൽ പൊതുവേ BD ആയിട്ട് വായിക്കും. ചെറിയൊരു എക്സാമ്പിളാണ്. ഓൺ നോവായിട്ട് വായിക്കും, വാസ് കണ്ട സോവായിട്ട് വായിക്കും. പിന്നെ ഗസി H കാണുമ്പോൾ തന്നെ ഹോമാണെങ്കിൽ ഹൗസായിട്ട് വായിക്കും. ഇപ്പോൾ വേറെ വല്ലതാണെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് ആണെങ്കിൽ അവർ ഗോസ്റ്റായിട്ട് വായിക്കും. അങ്ങനെ ഗസ് അതൊക്കെ സം ഓഫ് ദ സിംറ്റംസ് ഓഫ് ഡിസ്ലെക്സി പിള്ളേരെ ചില ലക്ഷണങ്ങളാണ്. ഇപ്പോൾ റൈറ്റിങ്ങിലാണെങ്കിൽ അവരങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ 3 എന്നുള്ളത് അവർ നല്ല ഭംഗിയായിട്ട് മിറർ ഇമേജ് ചെയ്തു, 16 എന്നുള്ളത് 19 ആക്കും, 21 എന്നുള്ളത് 12 ആക്കും. ഇങ്ങനെ ഈ ഡിസ്കാൽക്കുലിയിൽ ഇതെല്ലാം നല്ല രസമായിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്ത് എടുത്ത് എഴുതുമ്പോഴത്തേക്കും അങ്ങോട്ടും ആൻസർ ഡിജിറ്റ് മാറിപ്പോകും. ഇതെല്ലാം ജന്മനാ കുട്ടികളിൽ ഉള്ള പ്രോബ്ലത്തിൻ്റെ ഇതാണ്. നമ്മളപ്പോൾ അയ്യോ എന്തൊരു അശ്രദ്ധക്കുറവാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്താ മടി കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ 100. പക്ഷേ അവർക്ക് ശരിക്കും കറക്റ്റ് ടൈമിൽ ആ റെമഡിയൽ പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ പിള്ളേർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. എത്രയും ഏർലിയറായിട്ട് കുട്ടീനെ നമ്മുടെ അടുത്ത് കിട്ടുന്നോ അത്രയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് കൗൺസിലിംഗ് ചെയ്യാം, കുറച്ച് അങ്ങോട്ട് അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് വിടാമെന്നല്ലാതെ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടില്ല. അതേസമയം LKGയിലുള്ള കുട്ടി, UKGയിലുള്ള കുട്ടി കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ LKGയിലൊരു ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു ശ്രീ രവിശങ്കർ. അവിടെ ആ കുട്ടി LKGയിൽ തോപ്പിക്കാൻ വെച്ച് വന്നാണ്. പക്ഷേ ഇന്ന് അവൻ 3rd സ്റ്റാൻഡേർഡിലാണ്. ചെസ്സിന് അവന് ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കറക്റ്റ് നമ്മളും ആ പാരൻസും കൂടി കറക്റ്റായിട്ട് ആ കുട്ടിയായിട്ട് വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ കുട്ടി കിട്ടി. ദേ ആർ വെരി ഹാപ്പി വിത്ത് ദ ചൈൽഡ്. അപ്പോൾ അതുപോലെ ഏർലിയറായിട്ട് നമുക്ക് കുട്ടീനെ റെഗുലറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി സെൻസറിയാണ്. നമ്മൾ മാത്രം, നമ്മളും പാരൻറ്റും കുട്ടിയുടെ ടീച്ചറും എല്ലാവരും കൂടി ആ കുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി. ഇപ്പോൾ ഇത് ഒരുപാട് കാരണങ്ങൾ. ഇപ്പോൾ പൊതുവേ ഒരു കുട്ടി പഠിക്കാൻ പുറകോട്ടാണെങ്കിൽ പാരൻസ് പറയാം എൻ്റെ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞോട്ടങ്ങ് വരും. പക്ഷേ അതായിരിക്കണമെന്നില്ല. ഇറ്റ്സ് ഓൺലി വൺ എമംഗ് സെവറൽ റീസൺസ്. പിന്നെ നമുക്ക് നോക്കാം, നമ്മുടെ സാഹചര്യത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ പാരൻസിൻ്റെ ഫൈറ്റ് കുട്ടികൾ ഒരുപാട് ബാധിക്കാറുണ്ട്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പാരൻസ്, അല്ലെങ്കിൽ ഈ മാൻ ഹാൻഡ്ലിങ്, പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക, പിടിക്കുക, ഇതെല്ലാം കുട്ടീനെ ഒരുപാട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആക്കി പഠിത്തത്തിനെ ബാധിക്കും. പിന്നെ വേറൊരു കാരണം വെച്ചാൽ കുട്ടീനെ ബാക്ക് ബെഞ്ചറായിട്ടങ്ങ് സീൽ ചെയ്യണം. അവൻ പഠിക്കാത്ത കുട്ടിയാണ്, മോട്ടിവേഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടീച്ചേഴ്സ് നേരെ വണ്ണം പഠിപ്പിക്കില്ല. അത് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നല്ല പറയുക, അതിന് നമ്മൾ പറഞ്ഞ ടീച്ചിങ് ഡിസബിലിറ്റി എന്നാണ്. ആ ടീച്ചേഴ്സിന് നേരെ വണ്ണം പഠിപ്പിക്കാൻ അറിയില്ല. അവരുടെ ഇമോഷൻസും ഫ്രസ്ട്രേഷൻസും മുഴുവൻ ആ കുട്ടികളോട് കാണിക്കും. കുട്ടികൾ പഠിക്കാൻ പുറകോട്ട് പോകാം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല കുട്ടികളും, ഒരു കുട്ടിക്ക് ഇവൻ നമ്മളുടെ അതിന് ചെറുപ്പത്തിൽ നോക്കിയാലറിയാം, നമുക്കൊരു ടീച്ചർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടും. ആ സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര നല്ലതായിരിക്കും. നമുക്ക് ടീച്ചറോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് വെറുക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരിക്കും. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കുട്ടീനെ ബാധിക്കുന്നതാണ്.
പിന്നെ ഒരുപാട് സ്കൂൾസ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു ചെടി പറിച്ച് നടന്ന പോലെ ഒന്ന് പറിച്ച് നട്ടു മറ്റേലോട്ട് നട്ടു അവിടെ നട്ടു ചിലപ്പോൾ അത് വാടിക്കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് സ്കൂൾസ് ചേഞ്ച് ചെയ്യുന്നത്, സിലബസ് ചേഞ്ച് ചെയ്യുന്നത്, മീഡിയം ചേഞ്ച് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടികളുടെ പഠിത്തത്തിനെ ബാധിക്കാം. പക്ഷേ ഈ പിന്നെ ഉള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. വളരെ നല്ലതാണ് പിള്ളേർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പഠിത്തം കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ് ഒരുപാട് മിസ് ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടി വന്നിരുന്നു കോക്കോ ടീമിൽ 20 ദിവസം ആ ടൂർണമെൻറ്റിന് പോയി പഠിത്തം കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല, ആരും നോട്ട്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ബാധിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്തൊരു കുട്ടി പഠിക്കാൻ പുറകോട്ടാന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം ഡയഗ്നോസ് ചെയ്ത് IQ ടെസ്റ്റ് ചെയ്തു, ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ചെയ്തു, ADHD ടെസ്റ്റ് ചെയ്തു, പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് പാരൻസിൻ്റെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എപ്പോഴും ഒരു കുട്ടിയിൽ ഒരു കാരണമായിരിക്കില്ല, 2-3 കാരണം കാണും. സോ കറക്റ്റ് കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കതിനുള്ള റെമഡിയേഷൻ കാണുമ്പോൾ കൊച്ചിന് ഇമ്പ്രൂവ്മെൻറ്റ് കാണും, അതിൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയറിലോട്ട് കൊണ്ടുവരാം. പിന്നെ പഠിത്തം മാത്രമല്ല ലൈഫ്, ഒരുപാട് കഴിവുകൾ ഈ പിള്ളേരിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വളർത്തിയെടുക്കേണ്ടത് ഓരോ പാരൻസും അവരുടെ കുട്ടിയെ മനസ്സിലാക്കി ഉയർത്തേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു കുട്ടി ഹി ഈസ് ഗുഡ് ഇൻ വയലിൻ, മോന് വയലിൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മോന് വയലിൻ തരാം, ബിഹേവിയർ മോഡിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ TV കാർട്ടൂൺ കാണണമെങ്കിൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മോൻ കാർട്ടൂൺ കാണാം. ഇങ്ങനെ അത് തന്നെ നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷനായിട്ട് യൂസ് ചെയ്ത് കുട്ടീനെ പൊക്കിക്കൊണ്ടുവരാം. പക്ഷേ പാരൻറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഹാവ് ഗുഡ് പാരൻറ്റ്, എഫിഷ്യൻറ്റ് പാരൻ്റ് ആവാനായിട്ടുള്ളൊരു കഴിവ് വേണം. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് പാരൻറ്റിങ് ആണ് അനദർ ടോപ്പിക്.